ഭോഷനാക്കി ആക്ഷേപിക്കുവാൻ ചുവപ്പ് കുപ്പായം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കിലേക്ക് തിരിച്ചയച്ചു. അന്നേ ദിവസം പീലാത്തോസും ഹെറോദേസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പ് അവർ ശത്രുക്കളായിരുന്നു. പ്രധാനാചാര്യന്മാരെയും പ്രമാണികളെയും ജനങ്ങളെയും വിളിച്ച് പീലാത്തോസ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ജനങ്ങളെ തെറ്റിക്കുന്നവനെന്ന നിലയിൽ നിങ്ങൾ ഈ മനുഷ്യനെ എന്റെ അടുത്ത് കൊണ്ടുവന്നുവല്ലോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വിസ്തരിച്ചത് നിങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റവും ഈ മനുഷ്യരിൽ കണ്ടില്ല. ഹെറോദേസിന്റെ അടുക്കിലേക്ക് അവനെ അയച്ചിട്ട് ഹെറോദേസും കുറ്റമൊന്നും കണ്ടില്ല. ഇതാ മരണാർഹമായ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവനെ ഞാൻ ശിക്ഷിച്ച് ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും. പെരുന്നാൾ തോറും ജനങ്ങൾ ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി അവർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ബറബ്ബാസ് എന്ന കുപ്രസിദ്ധനായ ഒരുവൻ തടവിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അതിനാൽ അവർ ഒത്തുകൂടിയപ്പോൾ പീലാത്തോസ് അവരോട്: ഞാൻ ആരെ മോചിപ്പിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറബ്ബാസിനെയോ മശിഹ എന്ന് വിളിക്കുന്ന യേശുവിനെയോ എന്ന് ചോദിച്ചു. അനന്തരം അസൂയ നിമിത്തമാണ് അവർ യേശുവിനെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ അയച്ച്: ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടത സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറബ്ബാസിനെ മോചിപ്പിക്കണമെന്നും യേശുവിനെ വധിക്കണമെന്നും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. നാടുവാഴി പിന്നെയും അവരോട്: ഇവർ രണ്ടുപേരിൽ ആരെ മോചിപ്പിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ ബറബ്ബാസിനെ എന്ന് പറഞ്ഞു. പീലാത്തോസ് മൂന്നാമതും അവരോട്: ഇവൻ എന്തു കുറ്റം ചെയ്തു? വധശിക്ഷയ്ക്ക് അർഹമായ യാതൊരു കുറ്റവും ഇവന് കണ്ടില്ല. അതുകൊണ്ട് ഇവനെ ശിക്ഷിച്ചടിപ്പിച്ചു വിട്ടയക്കാമെന്ന് പറഞ്ഞു. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ട് പീലാത്തോസ് വെള്ളമെടുത്ത് ജനത്തിന് മുൻപാകെ തന്റെ കൈകൾ കഴുകിക്കൊണ്ട്: ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ജനമെല്ലാം ഉത്തരമായിട്ട്: അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അവർ യേശുവിനെ ക്രൂശിക്കണമെന്ന് തുടരെ അട്ടഹസിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു. അവരുടെയും പ്രധാനാചാര്യന്മാരുടെയും ശബ്ദം ശക്തിപ്പെട്ടു വന്നു. അപ്പോൾ പീലാത്തോസ് അവരുടെ അപേക്ഷ പ്രകാരമാകട്ടെ എന്ന് കൽപ്പിച്ചു. കലാപവും കൊലപാതകവും നിമിത്തം തടവിലിട്ടിരുന്നവരെ അവരുടെ അപേക്ഷയനുസരിച്ച് അവർക്ക് വിട്ടുകൊടുത്തു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച ശേഷം ക്രൂശിക്കുന്നതിനായി അവരെ ഏൽപ്പിച്ചു. അപ്പോൾ നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ അരമനയിലേക്ക് കൊണ്ടുപോയി. പടയാളികളുടെ സർവ്വവൃന്ദവും യേശുവിനെ ചുറ്റും കൂടിയിരുന്നു. അവർ അവന്റെ ഉടുപ്പുരിഞ്ഞ് ഒരു ചുവന്ന പുറകുപ്പായം ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. വലത്തെ കയ്യിൽ ഒരു കോലും കൊടുത്തു. അനന്തരം അവന്റെ മുമ്പിൽ മുട്ടുകുത്തി: യഹൂദന്മാരുടെ രാജാവേ, സമാധാനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവർ അവന്റെ മുഖത്ത് തുപ്പുകയും കോലെടുത്ത് തലയിൽ അടിക്കുകയും ചെയ്തു. ഇങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ ചുവന്ന പുറകുപ്പായം മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. Shiva
പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ പുത്രനും വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിലെ ആദ്യത്തെ പ്രദക്ഷിണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. പ്രദക്ഷിണത്തിൻ്റെ ക്രമീകരണം തെക്കുവശത്തുകൂടെ വെളിയിലേക്ക് ഇറങ്ങി പന്തലിനകത്തുകൂടെ പന്തലിന് ഏറ്റവും അരികിലൂടെ പടിഞ്ഞാറേക്ക് നീങ്ങി പടിഞ്ഞാറ് വശത്തുകൂടെ വടക്ക് വശത്തെത്തി പള്ളിയുടെ കിഴക്ക് വശത്തേക്ക് പോയി ഒന്ന് പൂർണ്ണമായും ദേവാലയത്തെ ചുറ്റി തിരികെ വന്ന് വടക്ക് വശത്തെ വാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിലാകും. 4 വശങ്ങളിൽ ഇറങ്ങിയാൽ ഉടനെ തെക്കുവശത്ത് ഇറങ്ങുന്നിടത്ത് തന്നെ ചൊല്ലുന്ന ഗീതത്തിൻ്റെ പ്രോസ വായിക്കുന്നതാണ്. പടിഞ്ഞാറ് വശത്തും വായിക്കും, വടക്ക് വശത്തും വായിക്കും, കിഴക്ക് വശത്തും വായനയുണ്ടാകും. ഇത് വായിക്കുന്ന സമയത്ത് എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ നിൽക്കുകയും പ്രതിവാക്യമായി ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവവും ഞങ്ങളെ പ്രതിയുള്ള താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന് ഏറ്റുചൊല്ലുകയും ചെയ്യണം. ഇപ്പോൾ പുരുഷന്മാര് മുമ്പോട്ട് വന്ന ഗായക സംഘവും സ്ത്രീകളും നിൽക്കുന്നതിനിടയിൽ അല്പം കൂടെ സ്ത്രീകൾ പുറകിലോട്ട് മാറി നിന്ന് പുരുഷന്മാർക്ക് പ്രദക്ഷിണത്തിൽ സ്ഥലത്തൂടെ പോകുവാനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 2 ലൈനായിട്ട് കുട്ടികളെ മുമ്പോട്ട് നീങ്ങുന്നു, അതിൻ്റെ പിന്നിൽ 2 ലൈനായിട്ട് പുരുഷന്മാരെ മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് സ്ത്രീകൾ അതിൻ്റെ പിന്നാലെ 2 ലൈനായിട്ട് ഇറങ്ങാവുന്നതാണ്. പന്തലിൽ നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഏറ്റവും അരികിലൂടെ പ്രദക്ഷിണം പോകുവാൻ തക്ക വിധം വശങ്ങളിലായിട്ട് നിൽക്കുന്ന ആളുകൾ മധ്യഭാഗത്തേക്ക് മാറി നിൽക്കുകയും വേണമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ സ്ലീബ തോളിന്മേൽ താങ്ങി എന്നുള്ള ഗീതം എല്ലാവരും ചേർന്ന് ചൊല്ലാവും. സ്ലീബ തോളിന്മേൽ താങ്ങി Amen.
Mary.
to
തന്റെ സ്ലീബായെ തോളിൽ വച്ചു സങ്കടത്തോ ോടും ദുഃഖത്തോടും കൂടെ എന്റെ വാത്സല്യവാൻ ഇവിടേക്ക് പോകുന്നു, ഇവർ എനിക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് പ്രാവിനെ പോലെ കുറുകി കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിന്റെ കയ്യിൽ നീ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ പുത്ര, എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനേ എനിക്ക് കഷ്ടം. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവവും ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്ലീബാത്തോളിൻ മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട അറിയുന്നോരേ വരുമൊന്നീ അകലത്തായി നിന്നാൾ ജനനീ മകനേ വത്സലനേ ഇങ്ങിവർ നിന്നെ നയിക്കുന്നു. പോകുന്നു. എന്റെ വാത്സല്യവാനേ, നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകി കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിന്റെ കയ്യിൽ കഷ്ടം, ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? സ്ലീബാത്തോളിൻ മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട.
Need
ഇപ്പോൾ ഖബറടക്കത്തിന് മുമ്പായിട്ടുള്ള പ്രദക്ഷിണം നടത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഖബറടക്കത്തിൽ പങ്കാളികളായ യൗസേപ്പും നിക്കോദിമോസും അവൻ്റെ മൃതദേഹം ക്രൂശിൽ നിന്നിറക്കി സുഗന്ധദ്രവ്യങ്ങൾ പൂശി സംസ്കരിച്ചതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ പ്രദക്ഷിണത്തിൽ, ഈ യാത്രയിൽ മനസ്സുകൊണ്ട് പങ്കാളികളാകാം. പന്തലിനകത്തൂടെ ആയിരിക്കും പ്രദക്ഷിണം. തെക്കുവശം വഴി വെളിയിലേക്ക് ഇറങ്ങി പന്തലിൻ്റെ അരികിലൂടെ പടിഞ്ഞാറേക്ക് ചെന്ന് വടക്കുവശത്തോടെ നടുഭാഗത്തൂടെ പൂർണ്ണമായി പന്തലിനെ ചുറ്റി തിരിച്ച് മധ്യഭാഗത്ത് വരുമ്പോൾ പുറകോട്ട് വടക്കുവശത്തൂടെ പടിഞ്ഞാറെത്തി തെക്കുവശത്തൂടെ അകത്തേക്ക് പ്രവേശിച്ച് വിശുദ്ധ മദ്ബഹായിൽ ആഘോഷത്തിന് ശേഷം വിശുദ്ധ മദ്ബഹായിൽ വെച്ച് ഖബറടക്കം നടത്തപ്പെടുന്നതാണ്. അരികിൽ വശങ്ങളിലായിട്ട് നിൽക്കുന്ന ആളുകൾ പ്രദക്ഷിണം കടന്നു പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുമാറ് നാം മധ്യഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു.
ദുരാഗ്രഹികളായ ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതകളിൽ നിന്നും ഞാൻ സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളെ പ്രതി അറക്കപ്പെട്ട യഥാർത്ഥനായ മിശിഹാ നിനക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. ഓശോ കുലസുബാൻഡവൽമീ അജയമായ ഭുജവുമായിരിക്കണമേ. സഭയോട് ചണ്ട കൂടുന്ന സകലാന്തരികമായ ശത്രുക്കളെയും സ്ലീപായാൽ അത് ബുദ്ധിമുറിക്കുമാറാകണമേ. അതിലിടയന്മാരും ഉപദേഷ്ടാക്കളും ഇതിനാ ശ്രേഷ്ഠത പ്രാപിച്ച് വിശുദ്ധാത്മ ശക്തിയാൽ സന്തോഷിക്കുവാനിടയാകണമേ. ആചാര്യന്മാരും ചെറുടകന്മാരും വെളിപ്പോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനും രാജാക്കന്മാരും ഭടന്മാരും ശാന്തതയിലും സമാധാനത്തിലും വർദ്ധിക്കുവാനും വിശ്വാസികളും നന്മകളിൽ സമൃദ്ധിയുള്ളവരായി തീരുവാനും സംഗതിയാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായും സ്തുതിയും സ്തോത്രം കരേറ്റുമാറാകണമേ. ഓശോ സുബാൻ ലവൽമീ ജീവപ്രദമാ
ദൂതന്മാർ നടക്കുകയാണ്. രഹസ്യമായിട്ട് നടക്കുന്ന ശുശ്രൂഷയിൽ കർത്താവെ കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള പ്രിയലായുസ്വൻ എന്ന് ചൊല്ലി ജനങ്ങൾ പങ്കുചേരും. ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു സുദിനമാണ് വലിയ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. പൗരസ്ത്യ ആരാധനയിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ആരാധന നടത്തപ്പെടുന്ന ദിനവും ഈ വലിയ വെള്ളിയാഴ്ച തന്നെയാണ്. ഈ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്തെന്ന് എടുത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാഭൂരിഭാഗം ക്രൈസ്തവ വിശ്വാസികളും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സംഭവബഹുലമായ ആരാധനയിൽ
പങ്കെടുക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഈ വലിയ വെള്ളിയാഴ്ചത്തെ ആരാധനയിലൂടെയാണ്. പൗരസ്ത്യ ആരാധനയുടെ ക്രമമനുസരിച്ച് ഈ വെള്ളിയാഴ്ചയിൽ പൂർണ്ണമായും ആരാധനയിൽ തന്നെ നാം സമയം ചെലവഴിക്കുന്ന പതിവാണുള്ളത്. 7 യാമങ്ങളിലെ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് സ്ലീവായുടെ ആരാധനാക്രമങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പകൽക്കാലം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പൗരസ്ത്യ ആരാധനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളോട് ഏകീഭവിക്കുവാൻ തക്കവണ്ണമാണ് നമ്മുടെ ആരാധനയുടെ ക്രമീകരണം എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പൽ സഭകൾ ക്രിസ്തുവിൻ്റെ വേദനകളോടും യാതനകളോടും അനുഭവങ്ങളോടുമൊക്കെ ഏകീഭവിക്കുന്നു. നമുക്കറിയാം, നാം ഈ പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ പലതും വർണ്ണനകളാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ വിചാരം ആ ദിവസത്തിലൂടെ കടന്നു പോവുകയാണ്. യേശുക്രിസ്തു അനുഭവിച്ച ആ അനുഭവങ്ങളിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കടന്നു പോകത്തക്കവണ്ണമാണ് ഈ ആരാധനകളുടെ എല്ലാം ക്രമീകരണം. പ്രോട്ടസ്റ്റന്റ് മതവിഭാഗങ്ങളാണെങ്കിൽ അവർ ഏറ്റവും അധികം ഒരുപക്ഷെ പ്രാധാന്യം നൽകുന്നത് യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ്. എന്നാൽ നമ്മുടെ ആരാധനാക്രമങ്ങളൊക്കെ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങളോട് ഐഡന്റിഫൈ ചെയ്യുന്നു, ഏകീഭവിക്കുന്നു. അതുകൊണ്ടാണ് ദൈർഘ്യമേറിയ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുമ്പിടിയിലുകൾ, അതുപോലെ തന്നെ എല്ലാ ചിന്തകളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം നാം വിട്ടൊഴിഞ്ഞ് ദേവാലയത്തിൽ തന്നെ സംബന്ധിച്ച് ഈ പകൽക്കാലം പൂർണ്ണമായും കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു, ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ള നിലയിലാണ് നമ്മുടെ ആരാധനകളുടെ ക്രമീകരണം എല്ലാം തന്നെ. എല്ലാ വർഷവും ഈ ആരാധനയിലൂടെ നാം കടന്നു പോകുന്നവരാണ്. ഈ ആരാധന ഇങ്ങനെ സംഭവിക്കാൻ തക്കവണ്ണം അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ കാരണം എന്തെന്ന് പരിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്കതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെയാണ് യഹോവയാകുന്ന ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവത്തോടൊപ്പമായിരിക്കണം, ദൈവത്തിൻ്റെ എല്ലാ സ്നേഹഭാവങ്ങളിലൂടെ അവൻ ജീവിക്കണം, അവന് ജീവിക്കുവാനുള്ള സർവ്വ സൗകര്യങ്ങളും നൽകണം. അങ്ങനെയുള്ള ഒരുക്കങ്ങളോടെയാണ് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള പക്ഷി മൃഗാദികളെയും മറ്റെല്ലാ സൗകര്യങ്ങളെയും അവൻ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. മാത്രമല്ല, അവനെ സൃഷ്ടിക്കുന്ന വേളയിൽ സർവ സ്വാതന്ത്ര്യവും അവന് നൽകുന്നുണ്ട്. അവന്റെ സ്വാതന്ത്ര്യത്തിന് ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അവൻ ജീവിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുകയും ആ വിധത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. മറ്റെല്ലാ സൃഷ്ടികളും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി 6ാമത്തെ ദിവസമാണ് താൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 6ാം ദിവസം അവനെ സൃഷ്ടിച്ചുവെങ്കിൽ 6ാം ദിവസം തന്നെയാണ് അവൻ ക്രൂശിക്കപ്പെടുന്നത്. അതും ഒരുപക്ഷെ ഒരു കോയിൻസിഡൻസ് ആകാം. നിങ്ങൾ നേരത്തെ
ചൊല്ലിയ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അറിയാം, 6-ാം ദിവസം തന്നെയാണ് അവൻ ഏദന്റെ പരീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അപ്പോഴ് ഈ വെള്ളിയാഴ്ചയെ പിതാക്കന്മാരെ വലിയ വെള്ളിയാഴ്ച എന്ന് സൂചിപ്പിക്കുന്നു, വിളിക്കുന്നു. ഈ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, മനുഷ്യൻ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടികളിലെ മഗ്നമായിട്ടാണ് അവനെ വെച്ചിരുന്നത്. അവന് ജീവിക്കാനുള്ള സർവ സൗകര്യങ്ങളും ആ ദിനത്തിൽ തന്നെ അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ പിൻദിനങ്ങളിലെ അവൻ ഒരുക്കി കൊടുത്തു. 6-ാം ദിവസം അവനെ സൃഷ്ടിച്ചു, സകലത്തിൻ്റെയും അധിപതിയാക്കി. പക്ഷേ അധിക സമയം വേണ്ടി വന്നില്ല. മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. എല്ലാ സ്വാതന്ത്ര്യങ്ങളും മനുഷ്യന് നൽകിയെങ്കിലും ആ സ്വാതന്ത്ര്യമൊക്കെ ദുരുപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് ഏദൻ തോട്ടത്തിൽ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അനുതപിച്ചു എന്ന്. പ്രതീക്ഷയോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും അവന്റെ പ്രവർത്തികൾ ദൈവത്തിന് ദുഃഖകാരണമായി എന്നുള്ളത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതവും ഒരു കാലത്തും ദൈവത്തിന് ദുഃഖകരമായി തീരാൻ പാടില്ല. ദൈവത്തിന് ദുഃഖകരമായി തീരുമ്പോൾ ദൈവം നമ്മിൽ പ്രതീക്ഷിച്ച എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഉടമസ്ഥത എന്നുള്ള അവകാശത്തിനും നാം അത് നഷ്ടപ്പെടുത്തുന്നവരായി തീരുകയാണ്. ഈ വലിയ വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷകളിലൊക്കെയും പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് നിനക്ക് ദുഃഖമുണ്ടാകാൻ ഇടയാകരുതേ. നിനക്ക് മാത്രമല്ല, എൻ്റെ സഹോദരങ്ങൾക്കോ ഞാൻ ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്ന ആർക്കെങ്കിലുമോ എൻ്റെ ജീവിതം ദുഃഖത്തിന് കാരണമായി തീരരുത് എന്നുള്ള ഒരു വിചാരവും അപ്രകാരമുള്ള ഒരു ഓർമ്മയും തിരിച്ചറിവും നമുക്കുണ്ടാകണം. ആധുനിക കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മക്കളുടെ ജീവിതം മാതാപിതാക്കൾക്ക് ദുഃഖകരമായി തീരുന്നു. മാതാപിതാക്കളുടെ പെരുമാറ്റം മക്കൾക്ക് ദുഃഖകരമായി തീരുന്നു. അതുപോലെ നാം പലപ്പോഴും മറ്റുള്ളവർക്ക് ദുഃഖകരമായി ജീവിക്കുകയും ആ വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നു. ദൈവം നമ്മിൽ ഏൽപ്പിച്ച ആ പ്രതീക്ഷ, സമർപ്പിച്ച പ്രതീക്ഷ അവിടെ നഷ്ടമാവുകയാണ്. എന്താണ് ദൈവത്തിന് ഇപ്രകാരമുള്ള, യഹോവയാകുന്ന ദൈവത്തിന് ഇപ്രകാരമുള്ള ദുഃഖമുണ്ടാകാനുള്ള കാരണമെന്ന് ഉൽപ്പത്തി പുസ്തകം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനുണ്ട്. ഒന്നാമതായി അനുസരണക്കേടാണ്. അവനെ സർവ സൗകര്യങ്ങളും സ്വാതന്ത്ര്യം കൊടുത്ത് സൃഷ്ടിച്ച് അതിമനോഹരമായ ഒരു തോട്ടത്തിൽ അവനെ പാർപ്പിച്ചു. അവൻ ദൈവത്തെ പോലെ തന്നെ ദൈവത്തോട് സ്നേഹവും സുഹൃദ്ഭാവവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ അവന് സൗകര്യം കൊടുത്തു. എല്ലാ ദിവസവും യഹോവയാകുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ കടന്നു വന്ന് ആദമിന്റെയും ഹവ്വയുടെയും സുഖസൗകര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. അവരെ വിളിച്ച് സുഹൃത്തുക്കളെ പോലെ, സ്നേഹിതന്മാരെ പോലെ അവരോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക്, ദൈവം കൽപ്പിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിപരീതമായി മനുഷ്യന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയവൻ പൈശാചിക ശക്തിയോട്, സർപ്പത്തോട് ലോഹ്യം കൂടി ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നവനാകുന്നത്. ഒരുപക്ഷെ യഹോവയാകുന്ന ദൈവത്തിന്റെ ദുഃഖകാരണവും അത് തന്നെയായിരിക്കും. ആ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ യഹോവ പറയുന്നുണ്ട്, സർപ്പത്തോട് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തല ചതയ്ക്കുമെന്ന്.
സ്ത്രീയുടെ സന്തതി തല ചതയ്ക്കുമെന്ന് പറയുന്ന ആ വലിയ പ്രവചനത്തിന്റെ നിറവേറലാണ് ഈ വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയുടെ പൊരുൾ എന്നുള്ളത് നമുക്കറിയാം. അതൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ആദമിന്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ പൈശാചിക ശക്തിയോട് സ്നേഹം പുലർത്തി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് വിശ്വാസവഞ്ചന നടത്തിയതിന് ശേഷം പിന്നെ അവരുടെ ജീവിതത്തിന് സന്തോഷം എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. അവർക്കുണ്ടാകുന്ന മക്കളിൽ ആ സഹോദരങ്ങൾ പരസ്പരം കലഹിച്ച് ഒരു കൊലപാതകം തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് വിശ്വാസവഞ്ചന കാണിക്കുകയും നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തിന് ദുഃഖകരമായി തീരുകയും ചെയ്യുമ്പോൾ അവിടെ കൊലപാതകം ഉണ്ടാകുന്നു. ആദ്യത്തെ കൊലപാതകം അത് തന്നെയാണെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം ഇപ്രകാരമുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതം ആർക്കും ഒരു ദുഃഖകരമാകാതിരിക്കണം എന്നുള്ളത്. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ദുഃഖകരമാകുന്നുവെങ്കിൽ അത് ദൈവത്തോട് നാം കാണിക്കുന്ന വിശ്വാസവഞ്ചനയായിട്ട് അത് രൂപപ്പെടുമെന്നുള്ളത് വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് പിന്നെയും മനുഷ്യനോട് ആഭിമുഖ്യമുണ്ട്. അവനെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും മനസ്സില്ല. ഒരുപക്ഷെ ഏദന്റെ തോട്ടത്തിൽ വെച്ച് അവനെ പുറത്താക്കിയെങ്കിലും അതും അവനെ രക്ഷിക്കുവാനുള്ള ഒരു സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഒരുപക്ഷെ ഏദൻ തോട്ടത്തിൽ പിന്നെയും അവനെ പാർപ്പിച്ചിരുന്നുവെങ്കിൽ അവൻ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രമല്ല ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അവൻ കനി ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഭക്ഷിക്കാൻ ഇടവന്നാൽ ഒരുപക്ഷെ മനുഷ്യനെ വീണ്ടെടുക്കുന്ന പ്രക്രിയ പിന്നെയും അതീവ സങ്കീർണമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള സാധ്യതയെ കുറിച്ച് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു, സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്, സ്ത്രീയുടെ സന്തതി നിന്റെ തല ചതയ്ക്കുമെന്ന് ആ സർപ്പത്തെ ശപിച്ചുകൊണ്ട് അവിടെ യഹോവയാകുന്ന ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ ഈ ക്രൂശാരോഹണം നമ്മെ ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അധികം നാം ഭയപ്പെടുന്നത് മരണത്തെയാണ്. മരണഭയമാണ് ഭയങ്ങളിൽ വെച്ച് ഏറ്റവും വലുത്. എന്നാൽ കർത്താവിന്റെ ക്രൂശാരോഹണത്തിൽ മരണത്തിന്റെ മറുപുറം വെളിപ്പെടുത്തുന്ന സംഭവമാണ് കർത്താവിന്റെ ക്രൂശാരോഹണം. മരണം കൊണ്ട് മരണത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് മരണത്തിന്റെ മറുപുറം ജീവനാണെന്ന് ക്രിസ്തു തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മരണം നിസ്സാരമാണ്. മരണത്തിന് മനുഷ്യനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. മരണത്തിന്റെ മറുപുറം ജീവനാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ഒരുപക്ഷെ നമ്മെ വീണ്ടെടുക്കുന്ന പ്രക്രിയ, അത് നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു അനുഭവം അവിടെ സംജാതമാകുന്നുണ്ട്. ദൈവത്തിന് ദുഃഖകാരണമായി ഒരിക്കലും നാം തീരാതിരിക്കണം. അത് നമ്മുടെ ഒരു തിരിച്ചറിവാകട്ടെ. രണ്ടാമത്തെ തിരിച്ചറിവായിട്ട് നാം കാണേണ്ടത് മരണത്തിന്റെ മറുപുറമാണ് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്നത്. താൻ ക്രൂശിക്കപ്പെട്ടു, താൻ സാധാരണ മനുഷ്യനെ പോലെ കബറടക്കപ്പെട്ടു, മൂന്നാമത്തെ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മരണത്തിന്റെ മറുപുറം എന്താണെന്നുള്ളത് ലോകത്തിന് മുൻപാകെ വളരെ സുതാര്യമായി യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട്. മരണം എന്നുള്ളത് നമുക്കും ഒരുപക്ഷെ ഏറെ വേദനാജനകവും നമ്മെ ഭയപ്പെടുത്തുന്നതുമായിരിക്കും. പക്ഷേ മരണം ഒന്നുമല്ല, മരണത്തെ കീഴ്പ്പെടുത്തിയിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവാണ് ഇന്നും ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയ ശക്തിയും ഊർജവും
അതുപോലെ തന്നെ ആത്മധൈര്യവും നൽകുന്നു എന്നുള്ളത് ഒരിക്കലും മറന്നുകൂടാത്തതാണ്. ഇപ്രകാരം മരണത്തെ തോൽപ്പിക്കുവാനും മരണത്തിന്റെ മറുപുറം മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും തക്കവണ്ണം ഇടയായി തീരുന്നത് മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ സ്നേഹമാണ്. മനുഷ്യൻ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും ആ മനുഷ്യനെ നഷ്ടപ്പെടുത്തുവാൻ ദൈവത്തിന് സമ്മതമല്ല. അവനെ സംരക്ഷിക്കണം. ദൈവത്തിന്റെ സ്വത്താണ് അവൻ. ദൈവത്തിന്റെ ജീവൻ അവന്റെ ഉള്ളിലേക്ക് ഊതി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ ജീവൻ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സ്വത്തായിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യതയിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, സ്നേഹത്തിന് നിലനിൽക്കണമെങ്കിൽ സ്നേഹത്തിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ത്യാഗമായിരിക്കണം. ത്യാഗം കൂടാതെ സ്നേഹത്തിന് അസ്തിത്വമില്ല. നമുക്കറിയാം, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നാം വളരെ സ്നേഹപൂർവ്വം കാണുന്ന ആരോടും ആർക്കും വേണ്ടിയും ത്യാഗം അനുഭവിക്കുവാൻ നമുക്ക് സുസമ്മതമാണ്. ഇതുപോലെ തന്നെയാണ് ദൈവീക മനുഷ്യ ദൈവബന്ധത്തിൽ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പാരമ്യതയാണ് ഒരുപക്ഷെ ഈ ക്രൂശ് മരണം എന്ന് പറയുന്ന മഹാത്യാഗത്തിനെ യേശുക്രിസ്തുവിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രൂശാരോഹണ ആരാധനയിലും കർത്താവ് 2 ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഉണ്ടാകുന്ന ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഈ ക്രൂശ് മരണം എപ്രകാരം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നാം സ്വയം ചോദിച്ച് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ച് ഉത്തരം ലഭിക്കേണ്ട ഒരു വസ്തുതയാണ്. എല്ലാ വർഷവും ഈ ആരാധനകളിലൊക്കെ നാം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ആത്മബന്ധത്തിനെ പോറലേൽക്കാത്ത വിധത്തിൽ ഈ ആരാധനയിലൂടെയുള്ള സംബന്ധം മുഖാന്തരമായിട്ട് ഒരു യഥാർത്ഥ അനുഭവം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ ആരാധന നമുക്ക് പലപ്പോഴും അത് ഒരു പുറംപൂച്ചു പോലെ ആയിത്തീരുമെന്നുള്ളതും മറന്നുകൂടാത്തതാണ്. എല്ലാ വർഷവും നാം ഈ വിശുദ്ധാരാധനയിൽ പങ്കെടുക്കുന്നു. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധങ്ങൾ നാം അത് പുനഃപരിശോധിക്കുന്നു. ഇതൊക്കെയും നല്ലത് തന്നെ. പക്ഷേ ഇത് മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരം, നമ്മുടെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ചിന്തകളുടെയും ഒരു രൂപഭേദം അഥവാ ഒരു പരിണാമം, ഒരു പരിവർത്തനം നമ്മുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാകണം. അതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന ബാധ്യത. ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഓരോ വലിയ വെള്ളിയാഴ്ചയിലും നാം പങ്കെടുക്കുമ്പോൾ ദൈവമേ, ഇത് എനിക്കും കൂടെ വേണ്ടി നീ ക്രൂശാരോഹണം ഏറ്റു എന്ന് ബോധ്യമാകത്തക്കവണ്ണമുള്ള ഒരു ആത്മപരിശോധന, ഒരു ആത്മചിന്ത നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നുമെന്നും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വർഷത്തെ ആരാധനയിലും ക്രിസ്തുവായുള്ള നമ്മുടെ ആത്മബന്ധം ശക്തിപ്പെടുകയും ക്രിസ്തുവിന്റെ ക്രൂശാരോഹണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും അത് മുഖാന്തരമായിട്ട് ക്രിസ്തുവിനെ നമ്മെ പ്രതിയുള്ള പ്രതീക്ഷ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘുപ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് യേശുക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകണം. ലോകം പലപ്പോഴും ലോകത്തിൻ്റെ ലൗകികതയിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ മാർഗമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഭാവങ്ങളാണ്. അങ്ങനെയുള്ള ഭാവങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം നമ്മൾ ആവോളം ശ്രമിക്കണം. ഒരുപക്ഷെ ലോകപ്രകാരം
അത് ദുർബലതയോ ബലഹീനതയോ ഒക്കെ ആയി കണക്കാക്കപ്പെട്ടേക്കാം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശാരോഹണം യഹൂദ മതത്തിൽ ആ സമയത്തുണ്ടായിരുന്നവരെ ഒരു വിജയമായി അവർ കണക്കാക്കിയിരുന്നെങ്കിലും അത് അന്തിമമായ വിജയമായിരുന്നില്ല. അത് മൂന്നാം ദിവസം ആ സത്യം ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളത് നാം കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദീർഘമായ ശുശ്രൂഷകളൊക്കെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ ഏകീഭവിക്കുകയാണ്. അത് നമ്മുടെ മനസ്സിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും എന്നും എപ്പോഴും ഉണ്ടാകണം. സ്നേഹമാണ് ആത്യന്തികമായ ഭാവം. ആ സ്നേഹത്തിൻ്റെ ഭാവം ഉണ്ടാകുമ്പോൾ എല്ലാ കഷ്ടതകളും ഉൾക്കൊള്ളുവാൻ നമുക്ക് മനസ്സുണ്ടാകും, കരുത്തുണ്ടാകും, കഴിവുണ്ടാകും. അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേവാലയത്തിൽ വരാനും ഇവിടെ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്ത് അതിൻ്റെ കാർമ്മികനാകാനും ലഭിച്ച ഈ സന്ദർഭം അനുഗ്രഹീതമാണ്. ഏറെ നാം അതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലും നമ്മുടെ മേലും നമ്മുടെ സഭയുടെ മേലും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും ധാരാളമായിട്ട് ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.